നമ്മുടെ ഒരു കോമൺ സുഹൃത്ത് പറയും, ജോജുവിന് പ്രശ്നങ്ങൾ വേണം എങ്കിലും പുള്ളിക്ക് സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ. പ്രശ്നങ്ങളുണ്ടായാലും പുള്ളിക്ക് അത് പ്രശ്നങ്ങളില്ലായിരുന്ന പുള്ളിക്ക് പറ്റില്ല. അപ്പം പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നവരും ഹിൽ ഗ്രോ. അപ്പം പണ്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പം ജോജുചേട്ടൻ പണ്ട് പറഞ്ഞത് അതായത് ഇപ്പം യു ഷുഡ് വാക്ക് ത്രൂ ഫിൽത്ത് ആൻഡ് ഷിറ്റ്. അപ്പം ആ പ്രശ്നങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പം അല്ലാതെ നമ്മൾ എപ്പോഴും അയ്യോ അവിടെ പോയി അത് ബുദ്ധിമുട്ടായിരിക്കും, നമ്മൾ ഈ സിറ്റുവേഷൻ പ്രശ്നം അതല്ല, ഒന്ന് അവോയ്ഡ് ചെയ്യാതെ നമ്മൾ അതിലൂടെ പോകണം. ജനറലി ഉള്ള കാര്യത്തിൽ പറയാം. അപ്പോൾ ഇവരെല്ലാം ഭയങ്കര ചിലപ്പോൾ ഇമോഷണലി റിയാക്ട് ചെയ്യുന്നവരായിരിക്കും, ചിലപ്പോൾ പലപ്പോഴും ആർട്ടിസ്റ്റുകൾ ഇമോഷണലി ഭയങ്കര റിയാക്ട് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അപ്പം അങ്ങനെയൊക്കെ വരുന്ന പ്രശ്നങ്ങൾ. പക്ഷേ ഇതെല്ലാം ഇവരെ ഫ്യൂൽ ചെയ്ത് മുമ്പോട്ട് പോകുന്നതാണ്. അതെ. അപ്പം ഞാൻ പറഞ്ഞ ആ ഒരു പ്രോസസ്സ് ഈ കാലങ്ങൾ അത്രയും ഇങ്ങനെ ഫേസ് ചെയ്ത് പോയതിൻ്റെ പ്രോസസ്സിൻ്റെ ഫലമാണ് ഇപ്പം നമ്മൾ അവിടെ എത്തി നിൽക്കുന്നതും അവിടെ അനുഭവിക്കുന്നതും അയാൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ. ഇപ്പം ജോജുചേട്ടൻ്റെ ഇപ്പം ഞാൻ നോക്കുമ്പോൾ ഇപ്പം ബക്കറ്റ് ലിസ്റ്റ് ഇങ്ങനെ ടിക്ക് ചെയ്യുന്ന പോലെ ഓരോ കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം എവിടെയൊക്കെ എത്തിപ്പെടണമെന്ന് ആഗ്രഹം അവിടെയൊക്കെ അത് ഈ പറയുന്ന അത് ഈ പെയിനുള്ളിൽ കൂടെ പോകുന്നതും ഞാൻ ഈ പറയുന്ന പോലെ ഈ ബുദ്ധിമുട്ടിലൂടെ നടന്നു പോയതിൻ്റെ ഫലമായിട്ടാണ്.